ഹലോ ഗൈസ്, എല്ലാവർക്കും ഫോൺ മാനേജ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് ചെയ്യുമ്പോൾ നമ്മുടെ റിയൽമി X7 Max 5G വേഴ്സസ് നമ്മുടെ Oppo Reno6 Pro 5G. സോ നിങ്ങൾ വിചാരിക്കുക എന്താണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്? മീൻസ് ജസ്റ്റ് ഇപ്പോൾ പ്രൈസ് ഡ്രോപ്പ് ഒന്നും ജസ്റ്റ് 25K നിൽക്കുന്ന ഡിവൈസും ജസ്റ്റ് 40K നിൽക്കുന്ന നമ്മുടെ Oppo Reno6 Pro ആയിട്ടുള്ള കമ്പാരിസൺ. യെസ്, ഇതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ രണ്ടും സെയിം ചിപ്പ്. ദാറ്റ് മീൻസ് നമ്മുടെ ഡയമൻസിറ്റി 1200 നമ്മുടെ രണ്ടിനും വരുന്നത്. സോ ഇതാണ് നമ്മുടെ ഡയമൻസിറ്റി 1200 ഏറ്റവും ചീപ്പ്. ജസ്റ്റ് 8GB 128GB just 24,999. ഇത് ഡയറക്ട്ലി 12,256 ജസ്റ്റ് 40K, ദാറ്റ് മീൻസ് 39,999. ദാറ്റ് മീൻസ് 15K ഡിഫറൻസ് ആണ് ഈ സെയിം ചിപ്പ് വെച്ചുള്ള ഈ രണ്ട് ഡിവൈസസിന് വരുന്നത്. സോ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബോത്ത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ബിൽഡ് ആൻഡ് ഡിസൈനിൽ തന്നെ തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ റിയൽമി X7 Max കൈ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് ആ പ്ലാസ്റ്റിക് ഫീൽ കിട്ടും. ബിക്കോസ് ഇതിൻ്റെ ബാക്ക് പ്ലാസ്റ്റിക് ആണ്, ഇതിൻ്റെ ഫ്രെയിം പ്ലാസ്റ്റിക് ആണ്. ബട്ട് മീൻ വൈൽ ഇത് നമുക്ക് കൈ പിടിക്കുമ്പോൾ തന്നെ അൾട്രാ പ്രീമിയം ഫീൽ. ദാറ്റ് മീൻസ് ഒരു 50K അല്ലെങ്കിൽ ഈവൺ ഒരു 60K ഒരു സെറ്റ് കൈ പിടിക്കുന്ന ഒരു ഫീലാണ് ഇതിൻ്റെ. കാരണം ഇതിൻ്റെ ബാക്ക് ഗ്ലാസ് ആണ്, ഇത് വെറും ഗ്ലാസ് ആണ്, നമുക്ക് ഡയമണ്ട് കട്ട് ആൻറ്റി ഗ്ലാസ് ആണ്. സോ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് മാനൻസോ കാര്യങ്ങളൊന്നും വരില്ല. മീൻ വൈൽ ഇത് പ്ലാസ്റ്റിക് ആണെങ്കിൽ ഇവിടെ ഫിംഗർ പ്രിൻറ്റ് മാനൻസ് ഒന്നും വരുന്നില്ല നമുക്ക് ഇവിടെ, കാരണം ഒരു മാറ്റ് സോർട്ട് ഓഫ് മാറ്റ് ഫിനിഷ് ആണ് വരുന്നത്. ആൻഡ് ഇവിടെ വരുന്നുണ്ട് കണ്ടോ. സോ ഇതിൻ്റെ കളർ എന്ന് വെച്ചാൽ മെർക്കുറി സിൽവർ ആണ്, ഇത് സ്റ്റെല്ലാർ ബ്ലാക്ക് ആണ് കളർ. സോ ഇത് കൂടെ നമുക്ക് ഒറോറ എന്ന് പറഞ്ഞ കളർ ഉണ്ട്. ഇതിനകത്തൊരു മിൽക്കി വന്നിട്ട് കുറച്ചുകൂടി ഒരു നൈസ് കളേഴ്സും വേറെ വരുന്നുണ്ട്. ബട്ട് ഐ ചൂസ് ദീസ് കളേഴ്സ്. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇതിൻ്റെ വെയിറ്റ് നോക്കുകയാണ്. സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് റിയൽമി X7 Max ഒരു വെയിറ്റ് വെച്ചാൽ 179 ഗ്രാംസും ആൻഡ് മീൻ വൈൽ നമ്മുടെ Oppo Reno6 Pro ആണെങ്കിൽ 177. സോ ബോത്ത് അത്യാവശ്യം ഓൾമോസ്റ്റ് ഈക്വലി ഫീൽ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഈവൻലി ഡിസ്ട്രിബ്യൂഷനാണ് രണ്ടും. കുറച്ചും കൂടെ അടിപൊളി ഡിസ്ട്രിബ്യൂഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നത് നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ Reno6 Proയാണ് ഫീൽ ചെയ്യുക. ഓക്കെ, സോ ഇനി രണ്ടിനും തിക്നെസ് പറയുന്നത് നമുക്ക് നമ്മുടെ Oppo Reno6 Pro വരുന്നത് 7.6 mm ആണ്. ഭയങ്കര ലൈറ്റ് സാധനമാണ്. പിന്നെ ഫിംഗർ പ്രിൻ്റ് അവിടെ ചെറിയൊരു ഒരു ഗ്രീൻ പോലത്തെ സംഭവം കൊടുത്തിട്ടുണ്ട്. ആൻഡ് മീൻ വൈൽ ഇതാണ് നമ്മുടെ റിയൽമി X7 Max. ഇതിൻ്റെ തിക്നെസ് 8.4 mm ഉണ്ട്. സോ നിങ്ങൾക്ക് രണ്ടും സൈഡ് ബൈ സൈഡ് നോക്കുമ്പോൾ കാണാം. ഇതും നമുക്ക് ആ പവർ ബട്ടണിൽ ഒരു ഇൻറ്റഗ്രേഷൻ ഒക്കെ ഉണ്ട്. സോ രണ്ടുപേരും നല്ല രീതിയിലൊരു ഡിസൈനിലേക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട്. ബട്ട് ഡിസൈനിലും പ്യുവറായിട്ട് നമുക്ക് ഒരു വിന്നർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യുവർലി 15K ഡിഫറൻസ് ഉള്ളപ്പോൾ പ്യുവർലി വിന്നർ ഇതായിരിക്കും. പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ ഫ്രണ്ടിട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ കർവ് ഡിസ്പ്ലേ ആണ്. സോ ആ ഒരു കമ്പാരിസൺ പോലും നമുക്ക് ഇവിടെ വരുന്നില്ല. സോ ഇത് നമുക്ക് ഡയറക്റ്റ് കർവ് ഡിസ്പ്ലേ ആണ് നമ്മുടെ Oppo Reno6 Pro വരുന്നത് കേട്ടോ. നല്ല കറോട്. പിന്നെ കൂടിയും കൂടുതൽ 5ൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. പിന്നെ ഒരു സ്പ്ലാഷ് റെസിസ്റ്റൻറ്റ് നമുക്ക് ഈവൻ നമ്മുടെ റിയൽമി X7 Max സ്പ്ലാഷ് റെസിസ്റ്റൻറ്റ് വരുന്നുണ്ട്. ബട്ട് ഇതിലൊരു സ്പ്ലാഷ് റെസിസ്റ്റൻറ്റ് നമുക്ക് കൊടുത്തിട്ടില്ല. ദാറ്റ് മീൻസ് നമ്മുടെ Oppo Reno. സോ അതുകൊണ്ടുണ്ടായിരുന്ന കുറച്ചും കൂടി അടിപൊളിയായിരുന്നു. സോ ഡിസൈൻ ആസ്പെക്റ്റിൽ നമുക്കൊരു പ്യുവർ വിന്നർ കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് Oppo Reno6 Pro ആണ് നമുക്ക് ഡിസൈനിലെ പ്യുവർ വിന്നർ. സോ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഡിസ്പ്ലേസിട്ട് പോവാം. സോ ഗൈസ്, ഇതാണ് നമ്മുടെ Oppo Reno6 Pro വേഴ്സസ് നമ്മുടെ റിയൽമി X7 Maxൻ്റെ ഡിസ്പ്ലേ. ഗൈസ്, സോ ഇതാണ് കേട്ടോ നമ്മുടെ Oppo Reno6 Pro ആൻഡ് മീൻ വൈൽ ഇതാണ് നമ്മുടെ റിയൽമി X7 Max. സോ കണ്ടറിയാം രണ്ടും നല്ല ക്രിസ്പ് ആൻഡ് ക്ലിയർ ആണ് ഡിസ്പ്ലേ വരുന്നത്. ഓക്കെ, ഇതിന് രണ്ടിൻ്റെ എടുത്തു പറയുന്നത് വെച്ചാൽ രണ്ടും നമ്മുടെ ഫുൾ HD ഡിസ്പ്ലേ ആണ് വരുന്നത്. നമ്മുടെ ഓൺ ദ വെബ് നമുക്ക് Oppo Reno6 Pro നോക്കുകയാണെങ്കിൽ 6.55 ഇഞ്ചാണ് ഡിസ്പ്ലേ വരുന്നത്. ഇത് നോക്കുകയാണെങ്കിൽ 6.4, ഇച്ചിരി ചെറുതാണിത്. ആൻഡ് രണ്ടും ആ ലെഫ്റ്റ് ഓറിയൻറ്റഡ് ആണ് പഞ്ച് ഹോൾ സെൽഫി ക്യാമറാസ് വരുന്നത്. ആൻഡ് മീൻ വെൽ നമുക്കിത് 32 MB ആണ്, ഇത് 16 MB ആണ് X7 Max വരുന്നത്. ആൻഡ് കളേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് പക്ഷേ എന്താണെന്നറിയില്ല, കുറച്ചും കൂടി ഒരു വൈബ്രൻറ്റ് കളർ എനിക്ക് ഫീൽ ചെയ്യുന്ന Reno6 Proയ്ക്കകത്താണ്. കളറിൻ്റെ തന്നെ ഈ ഗ്രീനൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു, ഈ ഗ്രീൻ ആ ഗ്രീനെ ശ്രദ്ധിച്ചു, കുറച്ചും കൂടി ഒരു വൈബ്രൻറ്റും ട്രൂ ലൈക്ക് കളേഴ്സൊക്കെ ഫീൽ ചെയ്യുന്നത് എനിക്ക് ഇതിനകത്താണ്. ഈ റെഡ്, ഡീപ്പർ റെഡ്, ഗ്രീനൊക്കെ കണ്ടോ, ഒരു റിയൽ ലൈക്ക് ഗ്രീൻ. ചില സിനാരിയോസിൽ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാച്ചുറേഷൻ കൂട്ടിയിട്ടുണ്ട് നമ്മുടെ റിയൽമി X7 Max ചില സിനാരിയോസിൽ. ബട്ട് കുറച്ചും കൂടെ റിയൽ ലൈക്ക് ഇമേജസ് വരുന്നത് ഇതിനകത്താണ് നമ്മുടെ Reno6 Proയ്ക്ക് അതാണ്. ഓക്കെ, പിന്നെ രണ്ടിൻ്റെ PP എന്ന് വെച്ചാൽ 402 PP ആണ് നമുക്ക് Reno6 Proയ്ക്ക് വരുന്നത്. ഇത് വരുന്നത് 409 PP ആണ് നമ്മുടെ X7 Max വരുന്നത്. ഓക്കെ, പിന്നെ ഔട്ട് ഓഫ് ദിസ് ഒരു ക്ലിയർ വിന്നർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒബ്വിയസ്ലി ഞാൻ Reno. അത് മാത്രമല്ല അതിൻ്റെ 3D കർവ് ഡിസ്പ്ലേ ആയ കാരണം നമുക്ക് ആ ഒരു ഇമ്മേഴ്സീവ് ഫുൾ വ്യൂ എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട് നമുക്ക് ഇതിനകത്ത്. നെക്സ്റ്റ് ഒരു ഷോട്ട് വരട്ടെ, നമുക്ക് കാണിക്കണ്ടോ, നമുക്ക് ആ അറ്റം വരെയുള്ള എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. ആൻഡ് മീൻ വൈൽ നമുക്ക് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് നമ്മുടെ റിയൽമി X7 Max വരുന്നത്. സോ ഇമ്മേഴ്സീവ് ഡിസ്പ്ലേ എക്സ്പീരിയൻസും പിന്നെ കളേഴ്സ് എന്ന് വെച്ചൊരു കുറച്ചും കൂടി റിയൽ ലൈക്ക് രണ്ടും രണ്ട് രീതിയിലായിട്ട് പ്രോസസ് ചെയ്തേക്കണേ കളേഴ്സ്.
ഇതിൻ്റെയൊക്കെ കുറച്ചും കൂടെ റെഡ് ഡീപ്പറാണ്. ബട്ട് ഇത് കുറച്ച് പെയിലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് രണ്ട് ഗ്രീൻ പ്രോസസ്സിംഗ് ഒക്കെ വേറെ രീതിയിലാണ് ചെയ്തേക്കുന്നത്. കുറച്ചും കൂടെ നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് നമ്മുടെ Oppo Reno6 Pro ആണ്. രണ്ടും കൊള്ളാം, ബട്ട് സ്റ്റിൽ ഒരു ലൈറ്റ് അഡ്വാൻറ്റേജ്. പിന്നെ ചില സിനാരിയോസിൽ നമ്മുടെ X7 Max കുറച്ചും കൂടെ കളർ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട് ചില സിനാരിയോസിൽ, വളരെ ചെറിയ സിനാരിയോസിലൊക്കെ. ഓക്കെ, സോ ഞാനൊരു പേഴ്സണൽ വിന്നർ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കളർ ബൂസ്റ്റ്നെസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നിങ്ങളൊരു ഫോൺ ചൂസ് ചെയ്യണമെങ്കിൽ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ പ്രിഫറൻസ് വരിക. സോ അറ്റ് മൊമെൻറ്റ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് നമ്മുടെ Oppo Reno6 Pro ആണ് ഡിസ്പ്ലേയുടെ കാര്യത്തിൽ. സോ ഇനി നമുക്ക് ഓഡിയോ ക്വാളിറ്റി പോവാം. സോ ഗൈസ്, നമ്മുടെ റിയൽമി X7 Maxന് സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നത് മീൻസ് നമുക്ക് ഇവിടെ ഒരു സ്ലോട്ട് കിട്ടുന്നുണ്ട്, ഇവിടെ ഒരു രണ്ട് സ്റ്റീരിയോ സ്പീക്കേഴ്സ് കിട്ടുന്നത് മീൻസ് സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് കിട്ടുന്നത്, രണ്ട് പോർട്ട് ഉണ്ട്. ആൻഡ് മീൻ വെൽ നമുക്ക് ജസ്റ്റ് മോണോ സ്പീക്കറാണ് നമുക്ക് 40K Reno6 ജസ്റ്റ് ഈ ഒരു സ്പീക്കർ മാത്രമേ ഉള്ളൂ. സോ നമുക്ക് ഐ എം ഈഗർലി ടു ചെക്ക് ദിസ് ഔട്ട്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് നമ്മുടെ റിയൽമി X7 Max പ്ലേ ചെയ്യാം. ആൻഡ് നമ്മുടെ Oppo Reno6 Pro. കൊള്ളാലോ. സോ ഗൈസ്, ഇത് ഞാനിപ്പോൾ പ്രതീക്ഷിച്ച പോലെ അല്ല കേട്ടോ. മോണോ സ്പീക്കർ ആണെങ്കിലും ഞാൻ ഇതിൻ്റെ ജസ്റ്റ് ഞാൻ റിവ്യൂ എടുത്തപ്പോൾ ഞാൻ ഇച്ചിരി ബാഡ് പറഞ്ഞു ഇതിൻ്റെ സ്പീക്കറിനെ കുറിച്ച്. ബട്ട് ആക്ച്വലി ഐ തിങ്ക് ഐ നീഡ് ടു റീതിങ്ക് ഓൺ ഇറ്റ്. ബിക്കോസ് മോണോ സ്പീക്കർ ആയാലും നല്ല ലൗഡ്നെസ് ഉള്ള സ്പീക്കറാണ്. എനിക്ക് ഇതിനേക്കാളും നമ്മുടെ റിയൽമി X7 Maxനേക്കാളും ലൗഡ്നെസ് എനിക്ക് ഫീൽ ഇതിനാണ്. സിംഗിൾ മോണോ സ്പീക്കറായിട്ട് കുറച്ചും ലൗഡ്നെസ് ഫീൽ ചെയ്തു, ബട്ട് സറൗണ്ട് എഫക്റ്റ് ഇല്ല. ദാറ്റ് മീൻസ് ഒബ്വിയസ്ലി സ്റ്റീരിയോ സ്പീക്കേഴ്സിന് മാത്രമേ കിട്ടുള്ളൂ. സോ ആ ഏരിയയിലുള്ള അഡ്വാൻറ്റേജ്. ബട്ട് ലൗഡ്നെസ്സും ആ ഒരു ക്വാളിറ്റിയുടെ എനിക്ക് ചെറിയൊരു അഡ്വാൻറ്റേജ് ഒന്നും ഇതിനാണ്. ബട്ട് സ്റ്റീരിയോ എഫക്റ്റ് ഇല്ല, അതൊരു മേജർ മിസ്സിംഗ് ആണ് Reno6 Pro. ബട്ട് സൗണ്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, എനിക്ക് പേഴ്സണലായിട്ട് ഫീൽ ചെയ്ത സൗണ്ട് ഇതിനായിട്ട് കുറച്ചും കൂടെ കൂടുതൽ ഫീൽ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ഒരു ആ ഇമേഴ്സീവ് എക്സ്പീരിയൻസ് നമ്മുടെ ചെവിയുടെ ഇച്ചിരി അടുത്ത് കയറുന്ന ഒരു നല്ലൊരു വോയിസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന കുറച്ചും കൂടെ ഒരു ക്വാളിറ്റി ഔട്ട്പുട്ട് കിട്ടുന്നത് നമ്മുടെ Reno6 Pro ആണ്. മീൻ വൈൽ ഇത് നല്ല ഔട്ട്പുട്ട് തന്നെയാണ്, ബട്ട് സ്റ്റിൽ ഒരു സ്റ്റീരിയോ എഫക്റ്റും കിട്ടുന്നുണ്ട്. ബട്ട് കുറച്ച് ലൗഡ്നെസ് ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ലൗഡ്നെസ് കുറവും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, ഇതൊരു ടൈ പോലെ നമുക്ക് ഓഡിയോ ക്വാളിറ്റി ടൈ കൊടുക്കാം. ബിക്കോസ് ദാറ്റ് മീൻസ് നമുക്ക് സറൗണ്ട് എഫക്റ്റ് ആണെങ്കിൽ ഇത് നിങ്ങൾക്ക് സറൗണ്ട് എക്സ്പീരിയൻസ് ആയിരിക്കും ഇഷ്ടമെങ്കിൽ ഇത്. ദാറ്റ് മീൻസ് മൂവീസൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നല്ലൊരു രണ്ട് സറൗണ്ട് എഫക്റ്റ് കിട്ടും. ബട്ട് ഇതാണെങ്കിൽ ലൗഡ്നെസ് ആയിരിക്കും, ലൗഡ്നെസ് സറൗണ്ട് എഫക്റ്റ്. സോ നിങ്ങളാണ് കമൻറ്റ്, നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടത്, ഏതാണ് പ്രിഫറൻസ് ചൂസ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് വരുന്നത് വെച്ചാൽ ഇതിൻ്റെ ഡിസ്പ്ലേസിൻ്റെ ഒരു കാര്യം പറയുന്നത് നമുക്ക് Oppo Reno6 Pro ജസ്റ്റ് 90 Hz റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. ദാറ്റ് മീൻസ് ഓൾമോസ്റ്റ് ഔട്ട്ഡേറ്റഡ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് 40K സെഗ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം Mi11X Pro, IQ7 Legend, ദാറ്റ് മീൻസ് സ്നാപ്ഡ്രാഗൺ 888 വെച്ചുള്ള ചിപ്സും കാര്യങ്ങളൊക്കെ വരുന്ന സെഗ്മെൻറ്റാണ് നമ്മുടെ ഈ Reno6 Pro അറിയിക്കുന്ന സെഗ്മെൻറ്റ് എന്ന് വെച്ചാൽ. ബട്ട് നമുക്ക് 4000 കാർഡ് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഒരു 35K അറൗണ്ടിൽ നമുക്ക് ഫ്രഷ് ആൻഡ് അവൈലബിൾ ആണ്. ബട്ട് സ്റ്റിൽ ഒരു 40K സെഗ്മെൻറ്റിലെ ഫോണാണ്. സോ രണ്ടിൻ്റെ ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് ആൻഡ് സോ നമുക്കിവിടെ കണ്ടാം. ആൻഡ് സ്ക്രീൻ റിഫ്രഷ് റേറ്റ് 120 Hz വരെയുണ്ട്. ആൻഡ് മീൻ വൈൽ നമുക്ക് നമ്മുടെ ഇതിനകത്ത് ജസ്റ്റ് കണ്ടോ സ്റ്റാൻഡേർഡും ഹൈ ഉള്ളു. ഹൈ ജസ്റ്റ് 60 ആണ് നമുക്ക് Reno6 Proയിൽ വരുന്നത്. ഓക്കെ, സോ അവിടെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. നമുക്ക് നമ്മുടെ കുറച്ചും കൂടെ സ്മൂത്തർ ആയിരിക്കും. നമ്മൾ കണ്ടോ കുറച്ച് ഇത് എനിക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ രണ്ടും സൈഡ് ബൈ സൈഡ് നമ്മുടെ കയ്യിൽ ഫോൺസ് ഉണ്ട്, നമുക്ക് ആ ഡിഫറൻസ് ഫീൽ ചെയ്യും. എൽസ് നിങ്ങളൊരു കാരണവശാലും 90 വേഴ്സസ് 120 അറിയാൻ പോകുന്നില്ല. ബട്ട് രണ്ടും സൈഡ് ബൈ സൈഡ് നിങ്ങൾ വൺസ് ഒരു 120 യൂസ് ചെയ്ത ആളാണ് തിരിച്ച് ഇതിലോട്ട് വരുമ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾക്കൊരു ലാഗ് പോലെ ഫീൽ ചെയ്യും. ബട്ട്
നിങ്ങൾ ഇതുവരെയും 60 ഹെർട്സിൽ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഒബ്വിയസ്ലി ഫൈൻ. സോ അവിടെ ഒരു ചെറിയ അഡ്വാൻറ്റേജ് നമ്മുടെ റിയൽമി X7 മാക്സിനുണ്ട് കേട്ടോ. ഓക്കെ, സോ രണ്ടും നല്ല രീതിയിൽ പോവാണ്. സോ എൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിൽഡിൽ ഇതിൽ കിട്ടും. ആൻഡ് ഡിസൈൻ, സൗണ്ട്, ഓഡിയോ ക്വാളിറ്റിയും ഡിസ്പ്ലേയിലും ഞാൻ കുറച്ച് കൊടുക്കുക ഇതിനായിരിക്കും. കാരണം സൗണ്ട് ഞാൻ ഇതിന് കൊടുക്കാം. ദാറ്റ് മീൻസ് ബിക്കോസ് ആ സ്റ്റീരിയോ എഫക്ട്. ബട്ട് ഡിസ്പ്ലേ, ആ വ്യൂയിങ് ആംഗിൾസും ആ കളർ റീപ്രൊഡക്ഷനും കുറച്ചുകൂടെ നല്ല ഇതിനായിട്ടാണ്. പിന്നെ കർവ് ഡിസ്പ്ലേസ് ആണ് വരുന്നത്. സോ അവിടെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ ഇതിനകത്തൊരു ഡിസ്പ്ലേയിൽ ഒരു ഭയങ്കര അഡ്വാൻറ്റേജ് 120 ഹെർട്സ് റീഫ്രഷ് റേറ്റ് ഉള്ളല്ലോ എന്നുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല വേറൊരു കാര്യം ഇതിന് അഡ്വാൻറ്റേജ് കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 360 ഹെർട്സ് ടച്ച് സാമ്പിളിംഗ്. സോ ഞാനത് നമ്മുടെ ഡിസൈൻ കൊടുക്കാൻ പോകുന്നു, നമ്മുടെ ഡിസ്പ്ലേക്ക് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ Reno 6 Proയ്ക്കും. ഓഡിയോ എനിക്ക് തോന്നുന്നു ടൈ കൊടുക്കണം. ബിക്കോസ് ഇതിൻ്റെ ലൗഡ്നെസ് നല്ല ലൗഡ്നെസ് ഉണ്ടായിരുന്നത്. ഇതൊരു സോർട്ട് ഓഫ് ഒരു സ്റ്റീരിയോ എഫക്ട്സ് ആണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത്. സോ അത് എനിവേസ് ജഡ്ജ് നിങ്ങൾ തന്നെയാണ് ജഡ്ജ്. സോ യു ക്യാൻ ചൂസ് ബിറ്റ്വീൻ ദം. ആൻഡ് ഫൈനലി ടു ദ ക്യാമറ. സോ ക്യാമറാസ് ഇട്ട് പോകുമ്പോൾ നമുക്ക് രണ്ടിനും വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ Oppo Reno6 Proയുടെ ഫസ്റ്റ് പറയുന്നത്. ബിക്കോസ് ഇതൊരു ക്യാമറ സെൻട്രിക് ആണ്. ബിക്കോസ് അതിനകത്ത് നമ്മുടെ ഈവൺ ആ പേപ്പറിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ക്യാമറ സെൻട്രിക്കിൻ്റെ കാര്യങ്ങൾ. സോ ഇതിൻ്റെ മെയിൻ ക്യാമറ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 64 MP ഒരു മെയിൻ ക്യാമറ ആണ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് 8 MP അൾട്രാ വൈഡ്. ആൻഡ് ബോത്ത് ഇൻ കോമൺ ആട്ടോ. ഇതും 64 MP ഒരു ക്യാമറ ആണ് വരുന്നത്. ആൻഡ് 8 MP അൾട്രാ വൈഡ്, തന്നെ 2 MP മാക്രോ. ഇത് മൂന്നിലും ഉണ്ട്. ഓക്കെ, 2 MP മാക്രോ. പിന്നെ മീൻസ് ഒരു മോണോക്രോം ക്യാമറ, ദാറ്റ് മീൻസ് ഒരു കളർ ടെമ്പറേച്ചർ സെൻസർ ക്യാമറയാണ് ഇതിന് വരുന്നുണ്ട്. ആൻഡ് UI ആടും പോലത്തെ ഡിഫറൻസ് ഉണ്ട് കേട്ടോ രണ്ടും തമ്മിൽ. ഇഷ്ടം പോലെ ഫീച്ചേഴ്സാണ് നമ്മുടെ വാട്ട് വി കോൾ നമ്മുടെ Oppo Reno6 Proയ്ക്ക് അതുള്ളത്. നിറച്ചും ഹൈലി ഫീച്ചർ ലോഡാണ് നമ്മുടെ. ഇപ്പോൾ ജസ്റ്റ് ഞാൻ മോറ് കാണിച്ചത് രണ്ടിൻ്റെ കേട്ടോ. എക്സ്ട്രാ എന്ന് വെച്ചാൽ സോലൂപ്പ് ടെംപ്ലേറ്റ്സ്, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിനൊക്കെ റീൽസിന് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. പിന്നെ നമ്മുടെ എക്സ്ട്രാ ഇഷ്യൂ, ദാറ്റ് മീൻസ് മാക്സിമം റെസൊല്യൂഷനിൽ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ. പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ വീഡിയോ മോഡിനകത്ത് തന്നെ ആ പോർട്രേറ്റ് എടുക്കുന്ന നമ്മുടെ ഇവിടെ ഓപ്ഷൻസിനകത്തൊക്കെ നമുക്ക് ആ ലെൻസ് ഫ്ലെയർ പോർട്രേറ്റ് കാര്യങ്ങൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ എൻഹാൻസ്മെൻറ്റും കാര്യങ്ങളൊക്കെ. സോ ഔട്ട് ഓഫ് ദ ക്യാമറ ആൻഡ് പ്യൂർലി ജസ്റ്റ് സാമ്പിൾസ് ഒക്കെ നോക്കിയാൽ ഇതിൻ്റെ നൈറ്റ് മോഡ് ചോദിച്ചു നോക്കായിരിക്കും. ബട്ട് ഇത് ഇച്ചിരി കൂടെ നല്ലതാണ്, ഈ ഇമേഴ്സീവ് എഫക്റ്റ് ആണ്. പിന്നെ ഫ്രണ്ട് ക്യാമറ ഒന്നും പറയാനില്ല, ഇത് അടിപൊളിയാണ് നമ്മുടെ 32 MP ഓഫ് ഫ്രണ്ട് ക്യാമറ. സോ ക്യാമറ സെഗ്മെൻറ്റ് പ്യൂർ വിൻ തന്നെ പറയാം നമ്മുടെ Oppo Reno6 Pro ക്യാമറാസ്. കാരണം പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറ 32 MP ആണ് നമ്മുടെ Reno6 Pro, ദാറ്റ് മീൻസ് സെയിം ആസ് Note 2. ആൻഡ് മീൻ വൈൽ ദിസ് ഗൈ 16 MP ആണ്. ഓക്കെ, സോ ക്യാമറാസിന് നമുക്കൊരു വിന്നർ നമുക്ക് Oppo Reno6 Pro കൊടുക്കാം. സോ ഗൈസ്, നമ്മൾ നെക്സ്റ്റ് ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറും ഫേസ് റെക്കഗ്നേഷനുമാണ്. ഓക്കെ, സോ അൺലോക്കിംഗ് ഇൻ 3, 2, 1 ആൻഡ് ഗോ. ഓക്കെ, രണ്ടും പക്ക ഫാസ്റ്റ് ആണ് കേട്ടോ. ഒന്നോടെ ചെയ്യാം നമുക്ക്. അൺലോക്കിംഗ് ഇൻ 3, 2, 1 ആൻഡ് ഗോ. ഓ, ഒരു ടൈനി ബിറ്റ് അഡ്വാൻറ്റേജ് നമ്മുടെ Reno6 Pro കൊണ്ടുവന്നൊരു ചെറിയ സംശയം. എനിവേസ് വൺസ് അഗൈൻ ഇൻ 3, 2, 1 ആൻഡ് ഗോ. ഓഫ്, റാപ്പിഡ് ഫാസ്റ്റ് ആണ് രണ്ടും, ഒന്നും പറയാനില്ല. എനിവേസ് ജസ്റ്റ് വൺസ് അഗൈൻ ഇൻ 3, 2, 1 ആൻഡ് ഓക്കെ. റിയലി ക്ലോസ് ഗൈസ്. ആൻഡ് നമുക്ക് ഫൈനലി ടു ദ ഫേസ് റെക്കഗ്നിഷൻ. സോ ഞാൻ ജസ്റ്റ് ഫോൺ ഇച്ചിരി ഡിലീറ്റ് ആണ്. സോ ഇൻ 3, 2, 1 ആൻഡ് ഗോ. ഓഫ്, വൺസ് അഗൈൻ ഇൻ 3, 2, 1 ആൻഡ് ഗോ. ഓഫ് ഗൈസ്, സോ ദാറ്റ്സ് അനദർ ടൈ ഗൈസ്. ഇത് കുറച്ച് ടൈ ആണ് ഗൈസ്. രണ്ടും കട്ടയ്ക്കായിരുന്നു നമ്മുടെ ബോത്ത് ഫിംഗർ പ്രിൻറ്റ് ആൻഡ് ഫേസ് റെക്കഗ്നിഷൻ. ഒന്നും പറയാനില്ല. ദാറ്റ് മീൻസ് ഇത് ഒരു പക്ക സെഗ്മെൻ്റ് ആയിരുന്നു ഇപ്പോൾ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് ആൻഡ് ഫേസ് റെക്കഗ്നിഷൻ. ആൻഡ് ഇനി നമുക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജ് വരുവാണെങ്കിൽ നമുക്ക് അറിയാം, അതിനകത്ത് കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് മീൻസ് നമ്മുടെ സോലൂപ്പ് ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ ലെൻസ് ഫ്ലെയർ ബൊക്കെ വീഡിയോസ് ഒക്കെ. അപ്പോൾ ക്യാമറാസിലും അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് രണ്ടും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ബാറ്ററീസ് പറയുകയാണ്. നമുക്ക് നമ്മുടെ Oppo Reno6 Pro വരുന്ന 4500 mAh ആൻഡ് സെയിം നമുക്ക് ഇതിന് വരുന്നുണ്ട്. ബട്ട് 65 വാട്ട് ചാർജർ നമുക്ക് വരുന്നുണ്ട് നമ്മുടെ Oppo Reno6 Pro. ഇത് ജസ്റ്റ് 50 വാട്ടേ വരുന്നുള്ളൂ. സോ 65 വാട്ട് എന്ന് വെച്ചാൽ നമുക്കൊരു 100% ജസ്റ്റ് 31 മിനിറ്റിൽ നമുക്ക് ആവും. അതേപോലെ ഞാൻ മീൻ വൈൽ ഇത് വെച്ചാൽ 50 വാട്ട് ജസ്റ്റ് ഒരു 50%, ഒരു 16 മിനിറ്റ് അറൗണ്ട് നമുക്കൊരു 50% ആവും. സോ ഓൾമോസ്റ്റ് നിൽക്കുന്നേക്കാണ്. ബട്ട് സ്റ്റിൽ 65 വാട്ടിൻ്റെ അഡ്വാൻറ്റേജ് നമുക്ക് Reno6 Pro വരുന്നുണ്ട്. ആൻഡ് ബേസ് വേരിയൻസും അതാണ് മെയിൻ കാര്യം. സോ ഇത് 8,128 സ്റ്റാർട്ട് ആവാണ്ട്. ജസ്റ്റ് പ്രൈസിങ് 24,999. പക്ക അഗ്രസീവ് പ്രൈസിംഗ് ആണ്. നമുക്ക് ആ Note 2 Poco F3 Gt വന്ന് കുറച്ചും കൂടെ പ്രൈസ് റെഡ്യൂസ് ചെയ്യാൻ. മീൻ വൈൽ ദിസ് ഗായ് ജസ്റ്റ് ഒരു 8,128 വേരിയൻറ്റേ ഇല്ല. അവർ ജസ്റ്റ് 8,128 Oppo Reno6 മാത്രമേ ഇറക്കിയിട്ടുള്ളൂ. 12,256 ജസ്റ്റ് 39,999. സോ അത് വെച്ച് നോക്കുമ്പോൾ ഒരു പെർഫെക്റ്റ് വാല്യൂ ഫോർ മണി ഡിവൈസാണ് ഇത് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ രണ്ടിനും Wi-Fi 6 ആണ്. നമുക്ക് മീൻവെൽ നമ്മുടെ Oppo Reno6 Proയ്ക്ക് 5.2 ബ്ലൂടൂത്തും ഇത് 5.1 ബ്ലൂടൂത്തുമാണ് വരുന്നത്. പിന്നെ രണ്ടും NFC സപ്പോർട്ടഡ് ആണ്. ബോത്ത് ദീസ് ഗൈസ് ആർ NFC സപ്പോർട്ട്. പിന്നെ രണ്ടിനും കുത്തി നിറച്ച് 5G ബാൻഡ്സ് ഉണ്ട്. അത്യാവശ്യം 11 ബാൻഡ്സ് നമ്മുടെ Oppo Reno6 Proയ്ക്കാണ് കുറച്ചുകൂടെ കൂടുതൽ. 11 ബാൻഡ്സും ഇതിന് 7 ബാൻഡ്സോളം വരുന്നുണ്ട്. സോ അവിടെ നിന്ന് ഒരു
ഡിഫറൻസും ഫീൽ ചെയ്യുന്നില്ല. ഓൾമോസ്റ്റ് രണ്ടും അത്യാവശ്യം നല്ല രീതിയിൽ 5G ബാൻഡ്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് പേരിന് മാത്രമല്ല അത്യാവശ്യം നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഗെയിമേഴ്സിന് ചെറിയ അഡ്വാൻറ്റേജ് നമുക്ക് ദാറ്റ് മീൻസ് ദിസ് ഗൈ. സോ നമുക്ക് 3.5mm ഹെഡ്ഫോൺ ജാക്കിൻ്റെ വന്നാറും ചുമ്മാ ഗെയിമറൊക്കെ ആണെങ്കിൽ ചുമ്മാ ഹെഡ്ഫോൺ വെച്ചങ്ങ് പൊള്ളിക്കാം. സോ ആ ഒരു രീതിയിലൊരു ചെറിയ അഡ്വാൻറ്റേജ് നമുക്ക് നമ്മുടെ ഇതിന് വരുന്നുണ്ട്, നമ്മുടെ Realme X7 Max. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇങ്ങനെ നമുക്ക് മെയിൻ കാര്യം ദാറ്റ് മീൻസ് ഈ 15K ഇത് ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് 25K വേഴ്സസ് ഇപ്പോൾ നിങ്ങൾ 12-256 എന്നുള്ള കൺസെപ്റ്റ് അല്ലാണ്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ഇതിൻ്റെ സ്പെക്ക് വൈസ് ദാറ്റ് മീൻസ് സെയിം ചിപ്പ് തന്നെയാണ്, ചെറിയ ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വെച്ച് ജസ്റ്റിഫൈ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഒരു വാല്യൂ ഫോർ മണി നോക്കുന്ന ഒരാൾ ജസ്റ്റ് മീൻസ് 25K ഒരു വാല്യൂ ഫോർ മണി നോക്കുന്ന ആൾ ജസ്റ്റ് ഡയറക്റ്റായിട്ട് ഇതെടുക്കാനുള്ളൂ. ഇനി നിങ്ങൾ കുറച്ചൊരു പ്യൂവർലി ഗെയിമിംഗ് സെൻറ്ററിലേക്കാണ് നോക്കുകയാണെങ്കിൽ നേരെ കുറച്ചൊരു മണി എക്സ്റ്റെൻഡ് ചെയ്ത് നേരെ GT എടുക്കുക. ഇനി അല്ല നിങ്ങൾ കുറച്ചും കൂടെ ഒരു സോർട്ട് ഓഫ് ഓൾ റൗണ്ട് യൂസ് UI അടിപൊളിയായിരിക്കണം, ക്യാമറാസ് അടിപൊളിയായിരിക്കണം, ദാറ്റ് മീൻസ് ഒരു പെർഫെക്റ്റ് ബാലൻസ്, എല്ലാത്തിൻ്റെ ഒരു പെർഫെക്റ്റ് ബാലൻസ് കൊണ്ടാണ് നമ്മുടെ Note 2. ഇനി നെക്സ്റ്റ് ലെവൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ലെവൽ ഡിസൈൻ, കർവ് ഡിസ്പ്ലേസ് എല്ലാം ഒരു പ്രീമിയം ഫിനിഷിൽ, ബഡ്ജറ്റ് പ്രശ്നമല്ല, 40K ആയാലും സീനില്ല. ഐ നീഡ് ദ ബെസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഡയറക്റ്റ്ലി ഇത് കൈ എടുത്തു, ഒരു സീനുമില്ല. ടോട്ടലി എല്ലാം കൊണ്ടും ഒരു പെർഫെക്റ്റ് കോമ്പിനേഷനാണ്. ബട്ട് ഇച്ചിരി ഓവർ പ്രൈസ്ഡാണ്. എൻ്റെ ഒരു സെഗ്മെൻറ്റ് വെച്ച് ഞാൻ മാക്സിമം ഒരു പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 34,999. അതാണ് ഇതിന് 12-256. ദാറ്റ് മീൻസ് നമ്മുടെ Note 2 12-256 സെയിം പ്രൈസിങ് ഷുഡ് ബി ദ സെയിം പ്രൈസിങ് ആസ് Note. സോ അവിടെ എനിക്കൊരു ബാഡ് അടിച്ചു. ദാറ്റ് മീൻസ് ഒരു 5K കൂടുതലാണ് നമുക്ക് ഇതിൻ്റെ പ്രൈസ്. സോ ഇച്ചിരി ഔട്ട് ഓഫ് ബഡ്ജറ്റ് ആണ് നമ്മൾ നോർമലി നോക്കിയാൽ തന്നെ. ആൻഡ് മീൻ വൈൽ ദിസ് ഗൈ പെർഫെക്റ്റ്ലി ഞാൻ പറഞ്ഞ 25K ഒരു പെർഫെക്റ്റ് ഡിവൈസാണ്. 25 രൂപ ബഡ്ജറ്റ് കറക്റ്റ് ഉള്ളവർ ഇപ്പോൾ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയ ഡിവൈസാണ്. കാരണം ഔട്ട് ഓഫ് 40K വരെയുള്ള സെറ്റ്സ് സെയിം യൂസാണ്, സെയിം ജിപ്പ്, ചെറിയ കോംപ്രമൈസസ്, ക്യാമറാസ്, ബിൽഡ് ആൻഡ് ഡിസൈനൊക്കെ ചിലപ്പോൾ മിക്കവരും 90% ഓഫ് ദ ടൈം കേസ് യൂസ് ചെയ്തിട്ട് വെക്കുന്നവരൊക്കെ ആണെങ്കിൽ ഒരു കാര്യം അറിയ പോലും ഇതിൻ്റെ ബിൽഡ് ആൻഡ് ഡിസൈൻ കാരണം കേസ് ഇട്ട് കഴിഞ്ഞാൽ. സോ അപ്പാർട്ട് ഫ്രം ദാറ്റ് രണ്ടും അടിപൊളിയാണ്. സോ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ നമ്മുടെ Realme X7 Max വേഴ്സസ് Oppo Reno6 Pro വീഡിയോ. സോ ഗൈസ്, സൈനിങ് ഓഫ്, ഇറ്റ്സ് ഫോൺ മാനിയ.